ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു, ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയെക്കുറിച്ച് പറയുക, ദിവസം മുഴുവൻ തിരക്ക് പിടിച്ച ഇതാണ് ഈശോയെക്കുറിച്ച് ഇത് പറയുക. പകല് മുഴുവൻ ഈശോ തിരക്കില്ല, സായാഹ്നത്തിൽ പ്രാർത്ഥിക്കുക. ഈശോ തനിയെ പ്രാർത്ഥിക്കുക, ശിഷ്യന്മാർ അല്പം മാറി നിൽക്കുന്നുണ്ട്. ദൈവമായിട്ട് ഇത്രമാത്രം ബന്ധമുള്ള ദൈവം തന്നെയായിരുന്നു ഈശോ. കൂടെ കൂടെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നതാണ്. അവൻ സായാഹ്നത്തിൽ മലമുകളിലേക്ക് കയറി, പ്രഭാതത്തിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ തനിയെ പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരും ചോദിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഈശോ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ദൈവമായിരുന്നിട്ട് പോലും പ്രാർത്ഥനയ്ക്ക് വില കൊടുത്ത വ്യക്തി, ദൈവപിതാവുമായിട്ട് നിരന്തരം ആലോചന നടത്തിയ വ്യക്തി. നിന്റെ ജീവിതം നീ ഒന്ന് പരിശോധിക്കണം. എത്രത്തോളം ദൈവപിതാവിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനായിട്ട്, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നീയും പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിത്തീരട്ടെ. സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. സ്വർഗത്തിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാക്കി മാറ്റണം. എപ്പോഴും നിന്നോട് ആലോചനകൾ ചോദിക്കുവാനായിട്ട്, ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടവരട്ടെ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.